സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റി സർക്കാർ ജീവനക്കാർ, കോളേജ് സ്കൂൾ അധ്യാപകരും ഗസറ്റഡ് ഓഫീസർമാരും ഉൾപ്പെടെ 1458 ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അതിലൊന്നായിട്ട് എനിക്ക് തോന്നുന്നത്, ഇത്രയും നാൾ ഇവർ പെൻഷൻ ക്ഷേമ പെൻഷൻ മേടിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് ഗവൺമെന്റ് തലത്തിലൊന്നും ആരും ശ്രദ്ധിച്ചില്ല, ഇത് അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പം നമ്മളെ വെറും പൊട്ടന്മാരാക്കുന്ന രീതി തന്നെയാണ്. ഇതിന് പേര് സർക്കാരുകൾക്കൊക്കെ പോയി രാജിവെച്ച് പുറത്തു പോയി. എനിക്കതാ തോന്നുന്നത്. കാരണം 1500 പേർക്കെതിരെ പേരോളം ഗസറ്റ് ഓഫീസർമാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആയുർവേദ വകുപ്പ് ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാ വകുപ്പ് ജോലി ചെയ്യുന്ന 1500 പേർക്ക് അടുത്ത് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും ഈ ക്ഷേമ പെൻഷൻ 1600 രൂപ എന്നുള്ള ക്ഷേമ പെൻഷനും മേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലേ എന്താണ് അവസ്ഥയെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ ക്ഷേമ പെൻഷൻ മേടിക്കുക എന്ന് പറയുന്നത് വലിയ പാടുപെട്ട ഒരു പണിയാണ്. കാരണം പല സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്തൊക്കെ അന്വേഷണം വരുമെന്നറിയാം. അന്വേഷണത്തിനൊടുവിലാണ് ക്ഷേമ പെൻഷന് നമുക്ക് അർഹതയുണ്ടെന്ന് തന്നെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് തന്നെ കൊണ്ടു കൊടുക്കുന്നത് പഞ്ചായത്തുമൊക്കെ ഇടപെട്ട് സഹകരണ ബാങ്കിൽ നിന്നൊക്കെയാണ് ഇപ്പം കൊണ്ട് കൊടുക്കുന്നത്. നമ്മൾ ചെന്ന് ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായിട്ട് ഒപ്പിട്ട് വരെ മേടിക്കണം. അപ്പോൾ ഒരാൾ, ഒരു ഗസറ്റ് ഓഫീസർ, എനിക്ക് സംശയത്തിൻ്റെ പേര് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഗവൺമെൻറ് തലത്തിലുള്ള ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അവനൊരു ഉദ്യോഗസ്ഥനാണെന്ന് ആ ഏരിയ ഉള്ളതും പഞ്ചായത്ത് മെമ്പർമാർക്കുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം അവർ ചെന്ന് ക്ഷേമ പെൻഷൻ മേടിച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല പറയാൻ. അവിടുത്തെ വാർഡ് മെമ്പർമാർക്ക് പോലും ഇവർ ഉദ്യോഗസ്ഥന്മാരാണ് വർഷങ്ങളായിട്ട്. അതുപോലെ ഇവർ ഓരോ കൊല്ലവും ഹാജരാകുന്നു, സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു, ക്ഷേമ പെൻഷൻ പുതുക്കുന്നു. എന്നിട്ടും ഇത്രയും നാൾ നമ്മൾ പിടിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടായിട്ടെന്ത് കാര്യമല്ലേ. നമുക്ക് ആ വാർത്തയെന്ന് കേൾക്കാം. വാർത്ത സത്യം പറഞ്ഞാൽ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. ഈ ഇലനക്കി നായുടെ തിരുനക്കി എന്നൊക്കെ പറയത്തില്ലേ, പാവപ്പെട്ട മനുഷ്യർക്ക് 1600 രൂപ മാത്രം, കേവലം 1600 രൂപ മാത്രമാണ് കൊടുക്കുന്നത്. അത് അവരുടെ മരുന്നിന്, ചില ചിലവുകൾക്ക്. മിക്കവാറും ഈ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർക്കെല്ലാം പല അസുഖങ്ങളായിട്ട് വലയുന്നവരാണ്. അവർക്ക് മരുന്നിനെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച സർക്കാർ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് കൈയിട്ട് വാരുന്നു. കുറച്ചൊന്നുമല്ല, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്നവരാണ് ഈ 1600 രൂപയും കൂടി ഇഞ്ഞു പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഴിച്ചു മാറ്റിയത്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ അന്നേരം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണമെന്ന്, അതാ വേണ്ടത്. നമുക്ക് ആ വാർത്തയിൽ നിന്ന് കേൾക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റി സർക്കാർ ജീവനക്കാർ, കോളേജ് സ്കൂൾ അധ്യാപകരും ഗസറ്റഡ് ഓഫീസർമാരും ഉൾപ്പെടെ 1458 ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തുക പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപ മുടങ്ങിയാൽ മരുന്നുമാകാൻ കഴിയാത്ത സാധാരണക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ 1600 രൂപ. എന്നാൽ ഈ 1600 രൂപയിൽ കൈയിട്ട് വരുന്ന സർക്കാർ ജീവനക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. 1458 പേരാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിന് തടയിടാനായിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ഇൻഫർമേഷൻ കേരള മിഷനെ ചുമതലപ്പെടുത്തിയത്. പ്രാഥമിക റിപ്പോർട്ട് തന്നെ ഞെട്ടിക്കുന്നത്, സർക്കാർ ജീവനക്കാരായി തുടരുന്ന 1458 പേർ ശമ്പളത്തിനോടൊപ്പം 1600 രൂപ ക്ഷേമ പെൻഷനും കൈപ്പറ്റുന്നു. ഇതിൽ 2 കോളേജ് അധ്യാപകരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടും. അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരികെ പിടിക്കും. കണ്ടില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? വകുപ്പ് തല അന്വേഷണം നടക്കും, മറ്റേത് നടത്തും, മറിച്ച് നടത്തും എന്നൊക്കെ പറച്ചിന് മാത്രമേ നടക്കത്തുള്ളൂ. ഒന്നും നടക്കത്തില്ല. ചിലപ്പം ഇവർ മേടിച്ച കാശ് പലിശ സഹിതം പിടിച്ച് മേടിക്കുമായിരിക്കില്ല. അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വാർത്ത വന്നേക്കുന്നതിന് താഴെ ഞാൻ നോക്കിയപ്പോഴേ എല്ലാവരും പൊതുവായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കമൻറ്റ് ഇതാണ്: ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം എന്നാണ് പറഞ്ഞത്. ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം എന്ന്
സർക്കാർ അങ്ങനെ ചെയ്യൂ? ഒരു കാരണവശാലും ചെയ്യത്തില്ല. കാരണം ഇത്ര തൻ്റെ ഇടം, ഇത്ര ധൈര്യം കിട്ടണമെങ്കിൽ നമ്മൾ തമാശയായിട്ട് പറയുന്നത് ചാൾസ് ശോഭരാജ് പോലും ഇത്ര ധൈര്യം ഉണ്ടാകും ദശയിൽ സർക്കാർ സർവീസ് ജോലി ചെയ്തിട്ട് ക്ഷേമ പെൻഷനും കൂടെ കൈവെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി തൊലിക്കട്ടിയുള്ളവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ഉളുപ്പില്ലാത്തവർ തന്നെ 100% ഉറപ്പായിട്ട് പറയാം, അവരെ സംബന്ധിച്ച് അവർക്കറിയാം എത്ര അന്വേഷണം വന്നാലും ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാതെ കൂടി വന്നാൽ ഈ കാശ് അങ്ങ് തിരിച്ചു മേടിക്കും, അത്ര തന്നെ എന്ന് മാത്രം അറിയാം. ഏതായാലും സംഘടനയുടെ തലപ്പത്തൊക്കെ നല്ല പിടിപാടുള്ളവരൊക്കെ തന്നെയായിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത്രയും നാളും കണ്ടുപിടിക്കാത്ത ഒരു കാര്യം ഇപ്പം കണ്ടുപിടിച്ചു എന്ന് ഓർത്ത് ഗവൺമെൻറ് ഊറ്റം കൊള്ളുന്നുണ്ട്. പക്ഷേ ഇത്രയും നാളും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. വെറും 60 ലക്ഷം ആൾക്കാർക്ക് മാത്രമേ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുള്ളൂ. അതിൽ നിന്ന് ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു പിടിപ്പുകേടായിട്ട് മാറി. അത് ഞാൻ ഈ സർക്കാരിൻ്റെ മാത്രമല്ല എല്ലാ സർക്കാരുകളെയും ഒന്നിച്ചാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് വീണ്ടും ഉണ്ട് എന്ന് പറയുന്നത്, ഇനി ഇതിനകത്ത് ഒത്തിരി ആൾക്കാർ വീണ്ടും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ശൃംഖല അങ്ങ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഇവരെ ആരെയും പിരിച്ചുവിടത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഏതായാലും വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഇതിനെപ്പറ്റി സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഇവർക്കെതിരെ വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്യുമെന്ന് ധനവകുപ്പ്. പ്രാഥമികമായ ഒരു അന്വേഷണത്തിനകത്ത് 1400ഓളം വരുന്ന സർക്കാർ ശമ്പളം വാങ്ങുന്ന വിവിധ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നതായിട്ട് കണ്ടെത്തിയ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വരുന്നതിൽ കൂടുതൽ പേരും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്, 373 പേർ. മറ്റു വകുപ്പുകളും പിന്നിലല്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 224 പേർ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് 124 പേർ, ആയുർവേദ വകുപ്പ് 114 പേർ, മൃഗസംരക്ഷണ വകുപ്പ് 74 പേർ, പൊതുമരാമത്ത് വകുപ്പ് 47 പേർ. ഇങ്ങനെ നീളുന്നു പട്ടിക. 10 പോലീസ് ഉദ്യോഗസ്ഥരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും സംഭവിക്കത്തില്ല 100% ഒരു കാര്യമെങ്കിലും ചെയ്യാൻ സത്യം പറഞ്ഞ ഗവൺമെൻറ് തയ്യാറാവണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇതുങ്ങളുടെയൊക്കെ തൊലി ഉരിച്ചു കളയണം. തൊലി ഉരിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ച് സാധാരണ തൊലി ഉരിച്ചു കളയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇവരുടെയൊക്കെ പേര് വിവരങ്ങളെങ്കിലും പുറത്തു വേണം അല്ലേ. അപ്പം പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇവരൊന്ന് വിളിപ്പനാവും. നാളെ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നരുത്. ഈ ക്ഷേമ പെൻഷനിൽ ഇങ്ങനെ കൈയിട്ട് വാരുന്നവർ എന്തൊക്കെ മേഖലയിൽ ഏതൊക്കെ കാര്യങ്ങളിൽ കൈയിട്ട് വാരും, എത്ര കിട്ടിയാലും ഇങ്ങോട്ട് പോരട്ടെ പണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഈ അവതാരങ്ങൾ. അപ്പം മറ്റു നല്ല ഉദ്യോഗസ്ഥന്മാരെ കൂടെ പറയിപ്പിക്കാനുണ്ടായത് കുറച്ച് ജന്മമല്ലേ. ഏതായാലും തൊലിക്കെട്ടി ഭയങ്കരം തന്നെ. ഏതായാലും അവരെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ അതിന് സംവിധാനം കാണുമെന്ന് നമുക്ക് 100% വിശ്വസിക്കാം. ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് 100 നമ്മൾ സാധാരണ പൊതുജനം കഴുതയെന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിത് കേൾക്കും, മൂക്കത്ത് വിരല് വെക്കും. കുറച്ച് കഴിഞ്ഞ് ചില പ്രയോജനത്തിന് പേര് ചില അന്വേഷണം നടക്കും. ഇവരുടെ കാശ് തിരിച്ചു പിടിക്കും, പലിശ സഹിതം പിരിച്ചു പിടിക്കും. ചിലപ്പം എത്ര ബാങ്ക് പലിശ സഹിതമായിരിക്കും തിരിച്ചു പിടിച്ചിട്ട് അവർ വേറെ ഏതെങ്കിലും രീതിയിൽ അതടിച്ചു മാറ്റും. ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത് അല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് യാതൊരു പിടിയില്ല. അപ്പം കാട്ടിലെ തടി തേവരുടെ ആന വലിക്കട്ടെ വലിക്കും എന്ന് പറയുന്ന അവസ്ഥയാണ് അല്ലേ. സർക്കാർ സംവിധാനങ്ങൾ ആകപ്പാടെ കുത്തൊഴിഞ്ഞു കിടക്കുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഈ 60 ലക്ഷം പേരിൽ അതാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഈ വാർത്ത കേട്ടവും ഒരു മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നും വേണ്ട എല്ലാ പഞ്ചായത്ത് തല അന്വേഷണങ്ങളും ജില്ലാതല അന്വേഷണങ്ങൾ ഏത് തരത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ആളിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒപ്പിട്ടാണ് മേടിക്കുന്നത്. എന്നിട്ട് പോലും ഈ നാട്ടുകാർക്ക് പോലും മനസ്സിലായില്ലയോ ഇവർ ഗവൺമെൻറ് ജോലിക്കാരുള്ളവരാണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ലയോ? അതോ ഇവർക്ക് മാത്രമായിട്ട് മണി ഓർഡറായിട്ട് കാശ് അയച്ചു കൊടുത്തതാണ്? എനിക്കറിയില്ല. എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നാളെ വേറെ ആർക്കും ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കാൻ
ഏതായാലും നമ്മുടെ നിയമം തയ്യാറാവത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്ക് ഉന്നതങ്ങളിൽ പിടിപാടായിരിക്കും 100% ഉറപ്പ്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ഒക്കെ ബായ്.